സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം സംശയിക്കുന്ന സംശയരോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ് എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി മലപ്പുറത്ത് നടന്ന അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയം ഉന്നയിച്ച് വനിതാ കമ്മീഷന്റെ സഹായത്തോടെ DNA ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിച്ചിട്ടും ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ല യുവതിയുടെ പരാതി പരാമർശിച്ചുകൊണ്ടാണ് കമ്മീഷൻ ഈ ആശങ്ക പങ്കുവച്ചത്. മദ്യവും മയക്കുമരുന്നും ഗാർഹിക അന്തരീക്ഷം അത്യന്തം സങ്കീർണമാക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു. കുടുംബാന്തരീക്ഷത്തിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ജീവിതത്തെയും തന്നെ ബാധിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കമ്മീഷൻ കൗൺസിലിംഗ് സൗകര്യം ഒരുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോട്, കൊച്ചി മേഖലാ ഓഫീസുകളിലും കൗൺസിലർമാരുടെ സേവനം മുഴുവൻ സമയം ലഭ്യമാണെന്നും കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവ് പുറത്താക്കിയതിനെ തുടർന്ന് യത്തീംഖാനയിൽ അഭയം തേടിയ യുവതിക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായി വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ വനിതാ ശിശു സംരക്ഷണ ഓഫീസർക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഭാര്യയും ഭർത്താവും ചേർന്ന് വായ്പയെടുത്ത് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് ഭർത്താവ് ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇറക്കിവിട്ടത്. സ്വന്തം വീട്ടിൽ താമസിക്കാൻ അവർക്ക് എല്ലാ അവകാശവും ഉണ്ടെന്നും അതിന് പൂർണ്ണമായ സംരക്ഷണം നൽകണമെന്നും കമ്മീഷൻ പറഞ്ഞു. ഇന്ത്യയിൽ കംപ്ലയിന്റ് കമ്മിറ്റികളില്ലാത്ത തൊഴിൽ സ്ഥാപനങ്ങൾ ജില്ലയിൽ ഇപ്പോഴും ഉണ്ടെന്നും ഗൗരവത്തോടെ കാണുന്നു കമ്മീഷൻ പറഞ്ഞു. ഉള്ള സ്ഥാപനങ്ങളിൽ പലയിടത്തും സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ അന്യായമായി പിരിച്ചുവിടുന്ന സാഹചര്യം കമ്മീഷൻ മുമ്പിൽ പരാതിയായി വന്നിട്ടുണ്ട്. കാരണം കാണിക്കാതെ അധ്യാപകരെ പിരിച്ചുവിടുന്നത് ഗൗരവമായ പ്രശ്നമാണ്. ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കർശനമായ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. വിവാഹാലോചനയുടെ ഏത് ഘട്ടത്തിലും പെൺകുട്ടിക്ക് പിന്മാറാനുള്ള അവകാശമുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. പ്രണയമാണെങ്കിലും അതേ അവകാശമുണ്ട്. കോട്ടക്കലിൽ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിയുടെ വീടിന് നേരെ യുവാവ് വെടിയുതിർത്ത സംഭവം പരാമർശിച്ചുകൊണ്ടാണ് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ 42 പരാതികളാണ് കമ്മീഷനിൽ വന്നത്. 11 പരാതികൾ തീർപ്പാക്കി. 8 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടുകയും 23 അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റുകയും ചെയ്തു. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് മഹിളാമണി, അഡ്വക്കേറ്റ് കുഞ്ഞായിഷ എന്നിവരും സിറ്റിംഗിൽ സംബന്ധിച്ചു. പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. കുടുംബാന്തരീക്ഷം അത്യന്തം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലേറെയും വ്യക്തമാവുന്നത്. അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബാന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഈ പരാതികളിൽ വ്യക്തമാവുന്നത്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബാന്തരീക്ഷം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികളുടെ ദുരവസ്ഥയാണ്, കുട്ടികളുടെ ജീവിതം, കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം വളരെയേറെ തകരാറിലായി പോകുന്ന സാഹചര്യം ദൃശ്യമാണ്. ഇന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള ഒരു പരാതിയിൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയെ വീട്ടിൽ നിന്ന് അവർ കൂടി ലോണെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ നിന്ന് ഭർത്താവ് മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ച് അവരെയും 2 മക്കളെയും പുറത്താക്കിയതിൻ്റെ ഭാഗമായി അനാഥാലയത്തിൽ യത്തീംഖാനയിൽ അഭയം തേടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. യത്തീംഖാനയിലാണ് അവരുടെ 2 കുട്ടികളെയും കൊണ്ട് അവരിന്ന് കഴിയുന്നത്. അവർക്ക് ജില്ലാ വനിതാ ശിശു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സഹായത്തോടുകൂടി ആ വീട്ടിൽ അവർ കൂടി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കൊടുക്കണം എന്ന നിർദ്ദേശം കമ്മീഷൻ നൽകിയിട്ടുണ്ട്. സംശയത്തിൻ്റെ ഭാഗമായിട്ട് ഭാര്യയെ നിരന്തരം പീഡിപ്പിക്കുന്ന പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യപാനവും അതോടൊപ്പം ഈ സംശയരോഗവും കൂടുന്ന സമയത്ത് വലിയ രൂപത്തിൽ പീഡനങ്ങൾക്കിരയാകേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കമ്മീഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്നുണ്ട്. വനിതാ ശിശു വികസന ഓഫീസിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലറാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടി കമ്മീഷനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്. ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.